ഹലോ, എല്ലാവർക്കും LLB ജംഗ്ഷന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെർമിനേഷൻ ഓഫ് ബെയിൽമെന്റ് എന്നുള്ള ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകിക്കാണ്ട് തന്നെ വീഡിയോയിലോട്ട് പോവാം. ഇനി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന പോയിന്റ്സ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബെയിൽമെന്റ് കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്യാവുന്നതാണ്, അതല്ലെങ്കിൽ അവസാനിപ്പിക്കാവുന്നതാണ്. ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് termination of bailment by Bailey's Act inconsistent with conditions. So, ഒരു കോൺട്രാക്ട് ഓഫ് ബെയിൽമെന്റിൽ എൻ്റർ ചെയ്യുന്നതിന് മുൻപ് തന്നെ ബെയിലറും ബെയിലിയും കുറച്ച് കണ്ടീഷൻസ് എന്ത് ചെയ്തിട്ടുണ്ടാവും, പറഞ്ഞുറപ്പിച്ചിട്ടുണ്ടാവും. സോ സ്വാഭാവികമായിട്ട് ആ കണ്ടീഷൻസിന് വിപരീതമായിട്ട് ആക്ട് ചെയ്തു കഴിഞ്ഞാൽ എന്താവും, ആ കോൺട്രാക്ട് അവിടെ ഇല്ലാണ്ടായി മാറുന്നതാണ്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഞാൻ എൻ്റെ കുതിരയെ ബി എന്ന വ്യക്തി മാത്രം ഓടിച്ചോളൂ എന്ന കണ്ടീഷൻ വെച്ചുകൊണ്ട് കൊടുക്കുകയാണ്. പക്ഷെ ബി എന്ത് ചെയ്യാണ്, ആ കുതിരയെ ഒരു സർക്കസ് കമ്പനിക്ക് വാടകയ്ക്ക് കൊടുത്തിട്ട് അവിടെ നിന്നും പൈസ സമ്പാദിക്കുകയാണ് ചെയ്യുന്നത്. സോ ഇവിടെ പറഞ്ഞുറപ്പിച്ചിട്ടുള്ള കണ്ടീഷൻസിന് വിപരീതമായിട്ടാണ് ബി എന്നുള്ള ബെയിലി ആക്ട് ചെയ്തിട്ടുള്ളത്. സോ ഇങ്ങനൊരു സന്ദർഭം വരികയാണ് എന്നുണ്ടെങ്കിൽ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലെ സെക്ഷൻ 153 പ്രകാരം ബെയിലർക്ക് തീരുമാനിക്കാം ഈ ഒരു കോൺട്രാക്ട് അവസാനിപ്പിക്കണോ അതല്ലെങ്കിൽ ഇതിനെ വാലിഡേറ്റ് ചെയ്യണോ എന്നുള്ളത്. So, as per section 153, if the bailee does any act inconsistent with the conditions of the bailment, it is voidable at the option of bailer. അതായത് ബെയിലർക്ക് തീരുമാനിക്കാം ഈ ഒരു കാര്യത്തിന്, അതായത് ബെയിലി കണ്ടീഷൻസിന് വിരുദ്ധമായിട്ട് ചെയ്തിട്ടുള്ള ഈ ആക്ടിവിറ്റീനെ വാലിഡേറ്റ് ചെയ്യണോ അതോ ഇൻവാലിഡേറ്റ് ചെയ്യണോ എന്നുള്ളത്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് റിട്ടേൺ ഓഫ് ദ ഗുഡ്സ് ബെയിൽഡ് on expiration of time or accomplishment of purpose. അതായത് നമ്മുടെ ബെയിലർ എന്ത് ചെയ്യാണ്, ബെയിലിക്ക് ഗുഡ് ഡെലിവർ ചെയ്യുന്ന സമയത്ത് തന്നെ പറഞ്ഞു ഒരാഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾ എനിക്കിത് ചെയ്തു തരണം എന്നുള്ളത്. സോ സ്വാഭാവികമായിട്ട് ആ ഒരാഴ്ച അറ്റൈൻ ചെയ്യുന്നതോട് കൂടിയിട്ട് എന്താവുകയാണ്, ആ ഒരു കോൺട്രാക്ട് ഓഫ് ബെയിൽമെന്റ് അവിടെ അവസാനിക്കുകയാണ്. അതുപോലെ തന്നെ ഞാനിപ്പോൾ എൻ്റെ ഒരു ചുരിദാർ മെറ്റീരിയൽ ചുരിദാറായിട്ട് സ്റ്റിച്ച് ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ബെയിലിക്ക് ഗുഡ് ഡെലിവർ ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ബെയിലി എന്നുള്ള ആ ടൈലർ ആ ഒരു ചുരിദാർ മെറ്റീരിയലിനെ ചുരിദാറാക്കി മാറ്റുന്നതോട് കൂടിയിട്ട് എന്താവുകയാണ്, ആ ഒരു കോൺട്രാക്ട് ഓഫ് ബെയിൽമെന്റ് അവസാനിക്കുകയാണ്. സോ സെക്ഷൻ 60 ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് പ്രകാരം ബെയിലിയുടെ ഡ്യൂട്ടിയാണ് ഡെലിവർ ചെയ്തിട്ടുള്ള ഗുഡ്സിന്റെ മുകളിൽ പറഞ്ഞിട്ടുള്ള സമയപരിധി കഴിഞ്ഞാൽ ആ ഒരു സാധനം ബെയിലറിനെ തിരിച്ചേൽപ്പിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ബെയിലർ ഈ ഗുഡ് ബെയിലിക്ക് ഡെലിവർ ചെയ്തിട്ടുള്ളത്, ആ കാര്യം അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഗുഡ് തിരിച്ചേൽപ്പിക്കുക എന്നുള്ളത്. സോ സ്വാഭാവികമായിട്ട് ആ ബെയില് ചെയ്തിട്ടുള്ള ഗുഡ് ബെയിലറെ തിരിച്ചേൽപ്പിക്കുന്നതോട് കൂടിയിട്ട് എന്താവുകയാണ്, ആ ഒരു കോൺട്രാക്ട് ഓഫ് ബെയിൽമെന്റ് അവിടെ ടെർമിനേറ്റ് ആവുകയാണ്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ടെർമിനേഷൻ ഓഫ് ഗ്രാറ്റുഷ്യസ് ബെയിൽമെന്റ് ബൈ ഡെത്ത് എന്നുള്ളതാണ്. സോ ഈ പോയിന്റിലോട്ട് ഡയറക്റ്റ് ആയിട്ട് പോകുന്നതിന് മുൻപ് നമുക്ക് എന്താണ് ഗ്രാറ്റുഷ്യസ് ബെയിൽമെന്റ് എന്ന് നോക്കണം. സോ സാധാരണ ബെയിൽമെന്റിൽ എന്താണ് ഉണ്ടാവുന്നത്, ബെയിലർക്കും ബെയിലിക്കും എന്തെങ്കിലും രീതിയിലുള്ള ബെനിഫിറ്റ് കിട്ടും. അപ്പം അതായത് ഞാൻ എൻ്റെ ഒരു ചുരിദാർ മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈലറെ ഏൽപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബെയിലർ ആയിട്ടുള്ള ഞാൻ എന്ത് ചെയ്യും, ബെയിലി ആയിട്ടുള്ള അയാൾക്ക് പൈസ കൊടുക്കും. അതുപോലെ തന്നെ അയാൾ ആ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്താണ്, പുറത്തൊക്കെ ഇട്ട് പോകാൻ വേണ്ടിയിട്ട് നല്ലൊരു ഡ്രസ്സും കിട്ടും. സോ അവിടെ എന്താണ്, ബെയിലർക്കും ബെയിലിക്കും എന്തെങ്കിലും രീതിയിലുള്ള ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. പക്ഷേ ഒരു ഗ്രാറ്റുഷ്യസ് ബെയിൽമെന്റ് എന്ന് പറയുന്ന സമയത്ത് അവിടെ ബെയിലർക്കോ അതല്ലെങ്കിൽ ബെയിലിക്കോ ഏതെങ്കിലും ഒരാൾക്ക് മാത്രമാണ് എന്തെങ്കിലും രീതിയിലുള്ള ബെനിഫിറ്റ് കിട്ടുന്നുള്ളൂ.
അതായത് നമ്മൾ സ്നേഹത്തിന്റെ പുറത്ത് അതല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള അനുകമ്പയുടെ പുറത്ത് അതല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള അറ്റാച്ച്മെന്റിന്റെ പുറത്ത് ഒരു വ്യക്തിക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഗുഡ് ഡെലിവർ ചെയ്യാണ് എന്നുണ്ടെങ്കിൽ അത് ഗ്രാറ്റുഷ്യസ് ബെയിൽമെന്റ് ആയിട്ട് മാറും. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, എൻ്റെ ജൂനിയർ ആയിട്ട് പഠിച്ചിട്ടുള്ള ഒരു കുട്ടിക്ക് ഞാൻ എന്ത് ചെയ്യാണ്, ഞാൻ പഠിച്ചിട്ടുള്ള ഒരു ബുക്ക് ഫ്രീ ഓഫ് കോസ്റ്റിന് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതൊരു ഗ്രാറ്റുഷ്യസ് ബെയിൽമെന്റ് ആണ്. എനിക്ക് അവിടെ പ്രത്യേകിച്ച് ഗുണമൊന്നും കിട്ടുന്നില്ല, ബട്ട് ആ കുട്ടിക്ക് എന്താണ്, ഫ്രീ ഓഫ് കോസ്റ്റിന് പഠിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബുക്സ് കിട്ടുകയാണ്. സോ അതിനെയാണ് നമ്മൾ ഗ്രാറ്റുഷ്യസ് ബെയിൽമെന്റ് എന്ന് വിളിക്കുന്നത്. സോ സെക്ഷൻ 162 ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് പ്രകാരം ബെയിലറോ ബെയിലിയോ ഏതെങ്കിലും ഒരു വ്യക്തി നമ്മുടെ ഗ്രാറ്റുഷ്യസ് ബെയിൽമെന്റിലെ പാർട്ട്ണർ ആയിട്ടുള്ള അല്ലെങ്കിൽ പാർട്ടീസ് ആയിട്ടുള്ള ബെയിലറോ ബെയിലിയോ ഏതെങ്കിലും ഒരു വ്യക്തി മരണപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ അതോടുകൂടിയിട്ട് ആ ഗ്രാറ്റുഷ്യസ് ബെയിൽമെന്റ് ടെർമിനേറ്റ് ആവും എന്നാണ് സെക്ഷൻ 162 പറഞ്ഞിട്ടുള്ളത്. സോ ഗ്രാറ്റുഷ്യസ് ബെയിൽമെന്റിലെ പാർട്ടീസ് ആയിട്ടുള്ള ബെയിലറോ ബെയിലിയോ ഏതെങ്കിലും ഒരു വ്യക്തി മരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്രാറ്റുഷ്യസ് ബെയിൽമെന്റും ടെർമിനേറ്റ് ആയി പോകും. പിന്നെയുള്ള പോയിന്റ് ആണ് ടെർമിനേഷൻ ഓഫ് ബെയിൽമെന്റ് ഇൻ കേസ് ഓഫ് ഡിറ്റീരിയോറേഷൻ. അതായത് നമ്മുടെ കോൺട്രാക്ട് ഓഫ് ബെയിൽമെന്റിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഗുഡ്സ് എന്ന് പറയുന്നത് പെരിഷബിൾ ഗുഡ്സ് ആണ് എന്നുണ്ടെങ്കിൽ, പെരിഷബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പെട്ടെന്ന് നശിക്കുന്ന അതല്ലെങ്കിൽ പെട്ടെന്ന് ഇല്ലാണ്ടായി പോകുന്ന രീതിയിലുള്ള ഗുഡ്സ് ആണ് നമ്മൾ ബെയിൽമെന്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ആ ഒരു ഗുഡ് നാശമായി പോകുന്നതോട് കൂടിയിട്ട് എന്താവും, ആ ഒരു ബെയിൽമെന്റ് കോൺട്രാക്റ്റും അവസാനിക്കും എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ പറയാം, നമ്മൾ കുറച്ച് പച്ചക്കറിയാണ് അതല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡ് ഐറ്റം ആണ് ഈ ബെയിൽമെന്റ് കോൺട്രാക്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഈ കോൺട്രാക്ട് ഓഫ് ബെയിൽമെന്റിലെ സബ്ജക്ട് മാറ്റർ എന്ന് പറയുന്നത് എന്തെങ്കിലും ഫുഡ് ഐറ്റം ആണ് എന്നുണ്ടെങ്കിൽ ആ ഫുഡ് ഐറ്റം പെരിഷ് ആവുന്നതോട് കൂടിയിട്ട് അതല്ലെങ്കിൽ ആ ഒരു ഐറ്റം ഇല്ലാണ്ടാവുന്നതോട് കൂടിയിട്ട് എന്താവും, ആ ഒരു കോൺട്രാക്ട് ഓഫ് ബെയിൽമെന്റ് അവസാനിക്കുന്നതായിട്ടാണ് കണക്കാക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് മിസ്റ്റേക്ക് ഓർ കോവേർഷൻ. തെറ്റിദ്ധാരണയുടെ പുറത്തോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ നിർബന്ധത്തിന്റെ പുറത്തോ ഒരു ഗുഡോ അതല്ലെങ്കിൽ പൈസയോ ഒരു പാർട്ടി മറ്റു പാർട്ടിയെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും എന്താവില്ല, ബെയിൽമെന്റ് ആയിട്ട് മാറില്ല. നമ്മുടെ സെക്ഷൻ 70 ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ നിർബന്ധിച്ചിട്ടോ അതല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിച്ചിട്ടോ എന്തെങ്കിലും ഒരു ഗുഡോ അതല്ലെങ്കിൽ പൈസയോ ഡെലിവർ ചെയ്യിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഗുഡ് അതല്ലെങ്കിൽ ആ പൈസ കൈപ്പറ്റിയിട്ടുള്ള വ്യക്തി അതെന്തായാലും തിരിച്ചേൽപ്പിക്കണം എന്നുള്ളത്. ആൻഡ് നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇല്ലീഗൽ ഗുഡ്സ് ബെയിൽഡ്. അതായത് ഒരു ബെയിലർ ബെയിലിയെ ട്രാൻസ്പോർട്ടേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് കുറച്ച് ഗുഡ്സ് ഏൽപ്പിക്കുകയാണ്. അതായത് ഞാൻ എന്ത് ചെയ്യാണ്, ബി എന്നുള്ള വ്യക്തിയോട് പറയുകയാണ്, ഞാൻ കുറച്ച് ഗുഡ്സ് തരാം, നീ അത് മറ്റൊരു സ്ഥലത്തോട്ട് എത്തിക്കണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഗുഡ്സ് ഏൽപ്പിക്കുകയാണ്. ബട്ട് ആക്ച്വലി ആ ഗുഡ് എന്ന് പറയുന്നത് സ്ഫോടക വസ്തുവാണ്, അതല്ലെങ്കിൽ സ്മഗിൾഡ് ഗുഡ്സ് ആണ്, അതായത് കള്ളക്കടത്ത് വഴി കൊണ്ടുവന്നിട്ടുള്ള ഗുഡ്സ് ആണ്. സോ അങ്ങനെയൊക്കെ വരുന്ന ഒരു കാര്യം, ആ ഒരു ഗുഡിന്റെ നേച്ചർ ഡിസ്ക്ലോസ് ചെയ്യാണ്ട് ഒരു ബെയിലർ ബെയിലിയെ ട്രാൻസ്പോർട്ടേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ഏൽപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു മൊമെന്റ് തൊട്ട് തന്നെ ആ ഒരു കോൺട്രാക്ട് ഓഫ് ബെയിൽമെന്റ് ടെർമിനേറ്റ് ആയതായിട്ടാണ് കണക്കാക്കുന്നത് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സോ സ്മഗിൾഡ് ഗുഡ്സ് അതല്ലെങ്കിൽ സ്ഫോടക വസ്തുക്കൾ ട്രാൻസ്പോർട്ടേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് അതിന്റെ നേച്ചർ ഒന്നും ഡിസ്ക്ലോസ് ചെയ്യാണ്ട് തന്നെ ഒരു ബെയിലർ ബെയിലിയെ ഏൽപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അറ്റ് ദാറ്റ് പർട്ടിക്കുലർ മൊമെന്റ് തൊട്ട് ആ ഒരു കോൺട്രാക്ട് എക്സ്റ്റിങ്ക്വിഷ് ആയതായിട്ടാണ് കണക്കാക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എഫക്റ്റീവ് ആയി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.